Hi friends, design tips in the video. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് Adobe Illustrator ട്യൂട്ടോറിയൽസ് ആണ് നോക്കിയിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ Adobe Illustrator ടൈപ്പ് ടൂളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് Adobe Illustrator ടൈപ്പ് ടൂളിന്റെ സബ് ടൂളുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സബ് ടൂളുകളായിട്ട് വരുന്നത് ഏരിയ ടൈപ്പ് ടൂൾ, അതുപോലെ ടൈപ്പ് ഓൺ പാത്ത് ടൂൾ, വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ ഒക്കെയാണ്. ഈ ടൂളുകളെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളുകളാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആ വീഡിയോസ് കൂടി കാണുക. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏരിയ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയക്കകത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നിന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ടൂളുകളെ കുറിച്ചൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിന്ന് കുറച്ച് ടെക്സ്റ്റ് കോപ്പി ആണ് ചെയ്യുന്നത്. ഞാൻ ഈ ടെക്സ്റ്റിനെ ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഏരിയ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിൽ വന്ന് ഇതിൻ്റെ പാത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിനകത്ത് ഏരിയ ടൈപ്പ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡീറ്റെയിലിന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് Ctrl+V പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ ഷേപ്പിനകത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ലെഫ്റ്റ് അലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോണ്ട് സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ വീണ്ടും പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ആ പേസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് റൗണ്ട് ഷേപ്പിനകത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ അല്പം വിട്ടിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മുടെ പാരഗ്രാഫ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 43 കൊടുത്തിട്ടുണ്ടായിരുന്നു വാല്യൂ. ഇത് ഞാൻ 0 ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പിനകത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാഗസിനോ അല്ലെങ്കിൽ ബ്രോഷറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഇമേജുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഒരു സ്പേസിനകത്ത് കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോയുടെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇവിടെ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. പെൻ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ പാത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്തിനകത്ത് നമുക്ക് ഏരിയ ടൈപ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ വീണ്ടും പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫോട്ടോയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മളിവിടെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ടൈപ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഷേപ്പിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ മാഗസിനോ അല്ലെങ്കിൽ ഫ്ലെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഷേപ്പിനകത്ത് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ടൈപ്പ് ടൂൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടൂളായിട്ടുള്ള ടൈപ്പ് ഓൺ പാത്ത് ടൂൾ നോക്കാം. ഞാൻ വീണ്ടും ആദ്യത്തെ ഡോക്യുമെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് ഒരു പാത്തിനകത്തോ അല്ലെങ്കിൽ ഒരു ലൈനകത്തൊക്കെ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കളറിനെ ഒന്ന് സോപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടൈപ്പ് ഓൺ പാത്ത് ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ പാത്തിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള ടെക്സ്റ്റിന് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു പാത്തിനകത്താണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഷേപ്പിലുള്ള പാത്തുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് അലൈനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ മുൻപ് നോക്കിയുള്ള ടൈപ്പ് ടൂളിൻ്റെ ഓപ്ഷനകത്ത് വന്നിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും ഈ ഒരു ടൂളിൻ്റെ ഓപ്ഷൻ ബാറിനകത്ത് വരുന്നതാണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഈ എലിപ്സ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് കീ ഇവിടെ പ്രസ് ചെയ്ത് കറക്റ്റ് റൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇതിന് സ്ട്രോക്ക് കളറായിട്ട് ബ്ലാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ മറ്റൊരു കോപ്പി കൂടി നമുക്ക് എടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഷേപ്പിനെ സെലക്ട് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റിൽ വന്നതിന് ശേഷം കോപ്പി പ്രസ് ചെയ്യാം. ഞാൻ വീണ്ടും എഡിറ്റിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് പേസ്റ്റ് ഇൻ ഫ്രണ്ട് കൊടുക്കാം. അതായത് എനിക്ക് ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ ഇതിനെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പേസ്റ്റ് ഇൻ ഫ്രണ്ടോ അല്ലെങ്കിൽ പേസ്റ്റ് ഇൻ പ്ലേസോ കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റ് ഇൻ ഫ്രണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ഷേപ്പ് കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു ഷേപ്പാണ് ഇവിടെ സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കുറയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യാം. നമ്മൾ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രെച്ചായി പോകാതെ തന്നെ ഇതിൻ്റെ ആ ഒരു മിഡിലിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൈസ് കുറയുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഷേപ്പിൻ്റെ ഫിൽ കളർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് കുറച്ച് സാമ്പിൾ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ സെലക്ട് ചെയ്യാം. ഈ ഒരു പാത്തിൽ വന്നതിന് ശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ Ctrl+V പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു റൗണ്ട് പാത്തിനകത്ത് ഈ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ഹാൻഡിലുകൾ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ഹാൻഡിൽ നിന്നാണ് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹാൻഡിൽ വരുന്ന മിഡിലാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഹാൻഡിലാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ എൻഡായിട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡിലിനെ മൂവ് ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റിനെ ഈ പാത്തിൽ കൂടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഹാൻഡിലിനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പാത്തിനകത്ത് ടെക്സ്റ്റ് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഹാൻഡിലിനെ മൂവ് ചെയ്തുകൊണ്ട് എവിടെയാണോ നമുക്ക് ഈ ഒരു പാത്തിൽ ടെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻറ്റർ അലൈനും അതുപോലെ തന്നെ റൈറ്റ് അലൈനൊക്കെ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ടെക്സ്റ്റിനെ ഒന്ന് ഓൾ ക്യാപ്സ് ആക്കി മാറ്റാം. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് സെമി ബോൾഡ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് എനിക്ക് ഇവിടേക്ക് മറ്റൊരു റൗണ്ട് ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ തന്നെ കോപ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഷോർട്ട് കീ ആയിട്ടുള്ള Ctrl+C പ്രസ് ചെയ്യാം. അതിനുശേഷം പേസ്റ്റ് ഇൻ ഫ്രണ്ടിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള Ctrl+F പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈസ് വീണ്ടും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു കോപ്പി കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റിനെ തന്നെ ഞാൻ വീണ്ടും കോപ്പി ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ഞാൻ വെറുതെ സാമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു പാത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കോർണറിൽ വന്നതിന് ശേഷം നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ റീഡ് ചെയ്യാൻ കഴിയില്ല. നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഇവിടെ ഈ ഒരു മിഡിൽ വന്നിട്ടുള്ള ഹാൻഡിൽ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഹാൻഡിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ഒരു ആരോ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ഹാൻഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അകത്തേക്ക് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റ് അകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് റീഡ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓൺ എ പാത്ത് ടൂളിൻ്റെ ഓപ്ഷൻ മെനൂസിനെ കുറിച്ച് കൂടി നോക്കാം. ഞാനിവിടെ അൺഡു ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓപ്ഷൻ മെനു കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ഓൺ എ പാത്ത് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടൈപ്പ് ഓൺ എ പാത്ത് ടൂളിൻ്റെ ഓപ്ഷൻ മെനൂസ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ള എഫക്റ്റാണ്. ഇവിടെ റെയിൻബോ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. നമുക്കിവിടെ പ്രസ് ചെയ്യാം. ഇവിടെ ഡ്രോപ്പ് ഡൗണിനകത്ത് മറ്റു കുറച്ച് എഫക്ട്സ് കൂടി കാണാം. രണ്ടാമത്തെ എഫക്റ്റ് ആയിട്ടുള്ള സ്ക്യൂ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രിവ്യൂ എനേബിൾ ചെയ്ത് വെക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ആ ഒരു സ്ക്യൂ സെലക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽ സ്ക്യൂ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എഫക്റ്റ് നോക്കാം. 3D റിബൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു എഫക്ട്സുകളെല്ലാം നമ്മുടെ ഡീറ്റെയിലിന് ഡിഫറൻ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളവയാണ്. അപ്പോൾ നമുക്കിവിടെ റെയിൻബോ തന്നെ സെലക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് വരുന്ന അലൈൻ ടു പാത്താണ്. ഇവിടെ ബേസ് ലൈനാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. അതായത് ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്തിനോട് ചേർന്നായിരിക്കും നമ്മുടെ ആ ഒരു ഡീറ്റെയിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പാത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ബേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബേസ് ലൈൻ ഓപ്ഷൻ ഇതാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അസെൻഡർ ആണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് ഈ ഒരു പാത്തിനകത്തേക്ക് കയറിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തായിട്ട് വരുന്ന ഡിസെൻഡർ ആണ്. അതായത് ഈ ഒരു പാത്തിനെ പുറത്തേക്കായിരിക്കും ഈ ഒരു ഡീറ്റെയിൽ വരിക. ഇനി അടുത്ത് വരുന്നത് സെൻറ്റർ ആണ്. സെൻറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്തിൻ്റെ കറക്റ്റ് നടുക്കായിട്ടായിരിക്കും ഈ ഒരു ഡീറ്റെയിൽ അലൈൻ ആവുക. നമുക്കിവിടെ ആവശ്യം ബേസ് ലൈനാണ്. ഞാൻ ബേസ് ലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ മുൻപ് ഈ ഒരു ഹാൻഡിൽ പിടിച്ചാണ് അകത്തേക്ക് വെച്ചിരുന്നത്, അതായത് ഇതിനെ ഫ്ലിപ്പ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഫ്ലിപ്പ് ഓപ്ഷൻ കാണാം, ഇതിൽ ടിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ അകത്തേക്ക് ഫ്ലിപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന സ്പേസിംഗ് ആണ്. ഈ ഒരു സ്പേസിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഒരു -24 കൊടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു 36 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓട്ടോ പ്രസ് ചെയ്യാം. നമ്മളിവിടെ ഫ്ലിപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു ഡീറ്റെയിൽ വന്നിട്ട് അകത്തുള്ള ഷേപ്പിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് അസെൻഡർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആ ഒരു പാത്തിൻ്റെ പുറത്തേക്കായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ലോഗോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സീലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾക്കായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതിനെ റിമൂവ് ചെയ്യാം. ഇനി അടുത്തായിട്ട് വരുന്നത് വെർട്ടിക്കൽ ടൈപ്പ് ടൂളാണ്. ഈ ഒരു വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നോക്കിയിട്ടുള്ള ടൈപ്പ് ടൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൂളാണ്. അതായത് ടൈപ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ടും ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം വെർട്ടിക്കലായിട്ടാണ് ടെക്സ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വെർട്ടിക്കലായിട്ട് നമ്പേഴ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അടുത്ത ടൂൾ എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂളാണ്. ഈ ഒരു ടൂളും നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ള ഏരിയ ടൈപ്പ് ടൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൂളാണ്. ഈ ഒരു ടൂൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ ഒരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടുന്ന് കുറച്ച് സാമ്പിൾ ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാം. ഇനി ഞാൻ ഈ പാത്തിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഏരിയയ്ക്കകത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ വെർട്ടിക്കലായിട്ടാണ് ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഏരിയയിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് വെർട്ടിക്കൽ ടൈപ്പ് ഓൺ എ പാത്ത് ടൂളാണ്. അതായത് മുൻപത്തെ ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ ഹൊറിസോണ്ടലായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പാത്തിൽ കൂടി വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ടൂൾ സെലക്ട് ചെയ്യാം. അതുപോലെ ഞാനിവിടെ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാത്തിനകത്ത് നമുക്ക് വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ടൂളിൻ്റെ എല്ലാ ടൂളുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.